पहले हमें तुमसे दुर्गा हमें तुमसे प्यार था आज भी है और कल भी रहेंगे. ഞാൻ ഒരു തവണ പടി കയറി വന്നതാ തന്നെ വിളിക്കാൻ. അപ്പോൾ ഉറക്കമായിരുന്നു. ഇരിക്കടൂ. ഇത്തിരി കുരുമുളകൊക്കെ പൊടിച്ചിട്ട് കഴിച്ചാൽ ശരീരവേദനയ്ക്കും നീർക്കെട്ടിനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കഴിച്ചോ. ഹാ, പിടിക്കടോ അങ്ങോട്ട്. ദുർഗ എന്താണോ ഈ ഭഗവതിയുടെ പേരായതുകൊണ്ടാണോ ഈ വെട്ടും കുത്തുമൊക്കെ? അല്ല, ദൈവങ്ങളുടെ പേരിലും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. ഹാ, കഴിക്കടോ, നല്ല കമ്പനിക്കൊരു ഉഷാറുള്ളൂ. പട്ടാളത്തിലായിരുമ്പോൾ ഇത് മാത്രമായിരുന്നു ഒരു ആശ്വാസം. ആകെ ഈ സല്യൂട്ടും മാർച്ച് പാസ്റ്റും തോക്കും ഒക്കെ അല്ലേ ഉള്ളൂ. വൈകിട്ടാകുമ്പോൾ നന്നായിട്ട് കഴിക്കും. ഭാര്യയും കുട്ടിയെ സ്വപ്നം കാണും. പിന്നെ ആരോടും മിണ്ടാതെ കിടന്നങ്ങ് ഉറങ്ങും. ഭാര്യ ടീച്ചറായിരുന്നു. നേരത്തെ അങ്ങ് പോയി നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട്. പിന്നെ മോടെ കല്യാണം കഴിഞ്ഞവിടെ ബംഗാളും വിട്ടു. പിന്നെ അച്ഛനെ അമ്മയും വിട്ട് അഞ്ജലി എൻ്റെ കൂടെ പോന്നു. അപ്പം അവൾക്കൊരു ചെക്കനെ നോക്കി വെച്ചോണ്ട് എൻ്റെ മോൾ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക. ആ, പറഞ്ഞ പോലെ ചോദിക്കാൻ വിട്ടു. തൻ്റെ വീട്ടുകാരൊന്നും പറഞ്ഞില്ലല്ലോ? അച്ഛനും അമ്മയും അറിയില്ല. എന്ന് വെച്ചാ മരിച്ചിട്ടുണ്ടാവും. രാജന്റെ പെൺമതിലല്ലടാ ഈ ഗലില് വന്നപ്പെട്ട ഏത് പന്നിന്റെ ഇവിടുന്ന് പോണ താങ്കളാട്ട് വയസ്സങ്കാവിടെ ഇങ്ങടോ. രാജ ഇവിടെ സർച്ചിന് വന്നിട്ട് താൻ ഏത് മാളത്തിലുണ്ടോ കേറിയിരിക്കണ? അവന് രാജൻ മോളോട് പോയോ? പഴപ്പട്ടാളക്കാരോ ഇങ്ങടെ ഇറങ്ങി വാ ചങ്ങരേട്ടാ. ഇവിടെ ഭയങ്കര കൊത്താണുള്ള സ്റ്റാർ. എന്താ വായിച്ചങ്ങാവിടെ നട തുറക്കത്ര താമസം? ആക്ഷനൊക്കെ ഇപ്പൊ ഭയങ്കര സ്ലോ ആണല്ലേ? എന്താ രാജാ രാത്രിയില്? അതെ പട്ടാളക്കാരാ, ഇന്നലെ നമ്മുടെ ഗലിയില് ഒരു ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ചിറക്കൻ കൂടെ 2-3 പിള്ളേരുണ്ടായിരുന്നേ. എന്നിട്ട് എന്താ ഇവരെടുത്ത് അങ്ങോട്ട് ഒരു പൂശി 3 ഹോസ്പിറ്റലാ. ഇതൊക്കെ താനിപ്പോ എന്നോട് എന്തിനാ പറയുന്നത്? ഒന്നുമില്ല കാവിടെ, ഇന്നലെ ഈ റൂട്ടിലോർത്ത മിസ്സായേ. ഈ കോളനിയിലെ ഏറ്റവും വലിയ മാളല്ലേ, ആ ഗഡിയാണ് ഈ മാളത്തിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ടെങ്കിലാ ഇവിടെ കിടന്ന് അങ്ങനെ ചീഞ്ഞ ഈ വെട്ടറിയണ്ടേ. നമ്മുടെ ഗലിൽ വന്ന് പെട്ട നമ്മളറിയാണ്ട് പോവാൻ പറ്റുമോ? നമ്മുടെ ആളെന്നോട് കണ്ട ഒരു വിസിലിട്ടാ. ഇവിടെ ആരും വന്നിട്ടില്ല രാജാ. ശങ്കരേട്ടൻ ഇവിടെ പഴയ ഗഡി തന്നെയല്ലേ. അടി മിസ് ഭയങ്കര കൊതാണല്ലോ ശങ്കരേട്ട. ഇവിടെ വാടാ, നമുക്ക് തൊങ്ങാം. കിടന്നുറങ്ങ്, കൊതുകടി കൊള്ളാണ്ട്. വയസ്സുകാലത്ത് ഡാമേജ് ആവല്ലട്ടാ. ഏതാടാ അമ്മ വണ്ടിയില് പുതിയത്? അയാൾ അന്വേഷിച്ചായിരിക്കും ഇവര് വന്നത്. മുത്തശ്ശി അയാളെ പറഞ്ഞു കിട്ടോ? നന്നായി. മുത്തശ്ശിന് ഇത് എന്തോ ഉദ്ദേശിച്ച അയാൾ അവിടെ താമസിപ്പിച്ചിരിക്കുന്നേ? വന്നിട്ട് പോയവരെ കണ്ടില്ലേ? കോളനി ഗുണ്ടാളാ. അയാൾ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അവന്മാർ അറിഞ്ഞു കാസല്ലായനെ? മുത്തശ്ശിന് അയാളോട് ഇറങ്ങി പോകാൻ പറഞ്ഞേ. മോളെ ഒന്ന് പതുക്കെ പറ, അയാൾ കേൾക്കും. കേക്കട്ടെ. മുത്തശ്ശിനെ അറിയാഞ്ഞിട്ടാ. ഇവന്മാരൊക്കെ നാട്ടിലെ ഗുണ്ടാളാ. പണം കിട്ടിയ ആരെ എന്തും ചെയ്യും. മുത്തശ്ശിനെ കാട്ടുന്ന ദയയും സ്നേഹം ഈ കൂട്ടർക്കില്ല. വേണമെങ്കിൽ നമ്മളെ കൊല്ലാൻ ഇവര് മടിക്കില്ല. മോള് പറയുന്നത് ശരിയാ, പക്ഷെ ഈ അവസ്ഥ പറഞ്ഞു വിട്ടാ ഈ പടി കിടന്ന പിന്നെ അവൻ ഉണ്ടാവില്ല. മുത്തശ്ശൻ അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഞാൻ തന്നെ പറഞ്ഞോളാം. മോളെ ആഹാ, അപ്പൊ കേട്ടോണ്ട് നിക്കായിരുന്നല്ലേ? താഴെ പടയും പത്രാസുമായി കുറെ ആളുകൾ വന്നത് കണ്ടില്ലേ?
ഈ വീട്ടിന് മുമ്പിൽ ഇത് ആദ്യമായിട്ടാ. ഞങ്ങളൊരു പാവം മുത്തശ്ശനും മോളും ഈ വീട്ടിൽ സമാധാനമായിട്ട് ജീവിച്ചു പോവാ. നിങ്ങളായിട്ട് അത് ഇല്ലാണ്ടാക്കരുത്. ഞാനിപ്പോ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ലേ ഇയാൾക്ക്? നോക്കി പേടിപ്പിക്കണ്ട. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കഴിയുന്നത് വേഗം അവിടെ നിന്ന് ഇറങ്ങി തരണം. അഞ്ജലി, ഞാൻ പോവാ. അവൾ അത് ഇതും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആ മണ്ടത്തരമൊന്നും കാണിക്കരുതോ. ഇനിയും വൈകിയ നിങ്ങളുടെ ശാപവും കൂടെ ആവും. ഒരു തല്ലുകൊള്ളിയെ വീട്ടിലിരുത്തി സൽക്കരിക്കേണ്ട കാര്യമൊന്നും ശങ്കരനില്ല. പിന്നെ നീ ഇവിടെ നിന്നുകൊണ്ട് എനിക്കൊരു ചുക്കും സംഭവിക്കില്ലെന്നും അറിയാം. വെട്ടരായന് ഉമ്മാക്കി കാണിച്ച് പെണ്ണുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിർത്തി ശത്രുക്കളെ നേരിട്ട പട്ടാളക്കാരൻ്റെ ചങ്കൂറ്റം കൊണ്ട് പറയാണ്. ദുർഗ ഇപ്പം എങ്ങും പോകുന്നില്ല. വിശ്വസിക്കാൻ പറ്റിയ സ്നേഹിതന്മാർ വല്ലവരും ഉണ്ടോ തനിക്ക് ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ? ഉണ്ട്. ആരാ? ഒരു ചേച്ചി കാണാൻ. എനിക്കറിയില്ല, അഞ്ജലി എന്നാ പേര്. വേറെ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ചേട്ടന്മാരെ ആരെങ്കിലും നേരിട്ട് കണ്ടാലേ കാര്യം പറയൂന്ന് പറഞ്ഞ്. വേഗം ചെല്ല്, അവിടെ ഉമ്മേച്ചി സംസാരിക്കുക. എന്തായിരുന്നു വെച്ചാ നേരിട്ട് ചോദിച്ചോ കേട്ടാ. അതെ, ഈ ദുർഗയുടെ ഇങ്ങനെ തുടങ്ങണേ. ഇങ്ങോട്ട് വന്നിട്ടേ 2 ദിവസമായി. ഇനി നാളെ കൂടെ വന്നില്ലെങ്കിലേ നീ വരണ്ടാന്ന് പറഞ്ഞേക്കണം. ഉമ്മ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഡിഗ്രി കഴിഞ്ഞു. ബിഎഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ പോണം. ആരാ മനസ്സിലായില്ലല്ലോ? കുട്ടനല്ലേ? അതെ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ. ഒന്ന് പുറത്തേക്ക് വരുമോ? പോട്ടെ. ശരി. നിന്റെ അമ്മയുടെ ലില്ലി മാർക്കറ്റ് എടക്കടാ പന്നിന്റെ മോനെ. പന്നിന്റെ മക്കളെ ഇവിടെ മായ മായ മാത്രോടാ മായ. ഇന്ന് മുത്തശ്ശന്റെ പിറന്നാളാ. പായസം. ആ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് ഇതിട്ടോളൂ. മുത്തശ്ശൻ്റെയാ. പാകാവോന്നറിയില്ല. രാത്രി പോകാനായി വണ്ടി പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശൻ.